ഹായ് ഗൈസ്, എഡ്ജ് ഇൻഫോയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കോൾ ഫോർവേഡിങ് എങ്ങനെ നമ്മുടെ മൊബൈൽ ഫോണിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഫോണിൽ അതിനുള്ള സെറ്റിങ്സ് ഓൾറെഡി ഉണ്ട്, ഇൻബിൽഡ് ആയിട്ടുണ്ട്. എന്നാൽ എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു ആൻഡ്രോയിഡ് ഫോണിൽ കോൾ ഫോർവേഡിങ് സെറ്റിംഗ് നമ്മൾ എനേബിൾ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, കോൾ ഫോർവേഡിങ് എന്തിനാണ്, നമുക്ക് ഏതൊക്കെ സമയത്താണ് നമുക്ക് ഉപകാരപ്പെടുകയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓൾറെഡി നമ്മുടെ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആയി പോകുന്ന ഒരു അവസ്ഥ വന്നാൽ നമുക്ക് കോൾ ഫോർവേഡിങ്ങിൻ്റെ ഓപ്ഷൻ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും, നല്ലതായിരിക്കും. പിന്നെ അതേ സമയത്ത് നമ്മുടെ ഫോൺ ഒരു സ്ഥലത്ത് കൊടുക്കുക, നമ്മുടെ മൊബൈൽ കടകളിൽ എവിടെയെങ്കിലും നന്നാക്കാൻ കൊടുക്കുകയാണെങ്കിലും നമുക്ക് ഈ കോൾ ഫോർവേഡിങ് ഉപയോഗിച്ച് നമുക്ക് വരുന്ന കോൾസ് ബാക്കിയുള്ള ഏതെങ്കിലും നമ്മുടെ കയ്യിലുള്ള സിമ്മിലേക്ക് നമുക്ക് ഫോർവേഡ് ചെയ്യാനായിട്ട് ഡൈവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ എങ്ങനെയാണ് കോൾ ഫോർവേഡിങ് ഓപ്ഷൻ സിമ്പിളായിട്ട് ഡയൽ പാഡ് ഉപയോഗിച്ച് ചെയ്യുന്നതെന്നുള്ള ഇതിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു വീഡിയോ. അപ്പോൾ ഡൈവേർട്ട് ചെയ്യണമെങ്കിൽ 21 എന്നുള്ള നമ്പറാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഡൈവേർട്ട് ചെയ്യണമെങ്കിൽ *21* ആരുടെ മൊബൈലിലേക്കാണ് നമ്മൾ കോൾ ഫോർവേഡ് ചെയ്യേണ്ടത് അത് ഹാഷ് അടിക്കുക. ഓക്കെ, ദെൻ ക്യാൻസൽ ചെയ്യണമെങ്കിൽ *21# തന്നെ അടിച്ചാൽ മതി, നമുക്ക് ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. ഇൻ കേസ് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇൻ കേസ് കോൾ ഫോർവേഡിങ് സിസ്റ്റം എനേബിൾ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി *#21# അടിക്കുക. ഓക്കെ, ദെൻ ഇൻ കേസ് നമ്മളൊരു കോളിലാണ്, സോ ആ സമയത്ത് ഇൻകമിങ് കോൾസ് വരുവാണെങ്കിൽ നമുക്കത് ഡൈവേർട്ട് ചെയ്യണമെങ്കിൽ 67 അടിച്ചാൽ മതി. *67* മൊബൈൽ നമ്പർ ഹാഷ്. ക്യാൻസൽ ചെയ്യണമെങ്കിൽ #67#. ഇനി അത് ചെക്ക് ചെയ്യണമെങ്കിലോ *#67#. സോ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഇനി ഇൻ കേസ് നമ്മുടെ വാട്സപ്പ് ഒക്കെ ഹാക്ക് ചെയ്യാനായിട്ട് ഈ കോൾ ഫോർവേഡിങ് ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാവുന്നതാണ്. സോ അത് ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞ ഇത് ഉപയോഗിക്കാം. ഗൈസ്, അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക വീഡിയോ, ദെൻ ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങൾ എൻ്റെ ചാനലിൽ പുതുതായിട്ടാണ് വരുന്നതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അവിടെ ബെല്ലൈക്കൺ ഉണ്ട്, ആ ബെല്ലൈക്കണിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുക. എൻ്റെ ചാനലിലെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ആൻഡ് നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും സൊല്യൂഷൻസ് ആവശ്യമായ എന്തെങ്കിലും പ്രോബ്ലംസ് അതിന് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സ് ഉണ്ട്, നിങ്ങളതിൽ പോസ്റ്റ് ചെയ്യുക. അത് എനിക്കും നല്ല കാര്യമായിരിക്കും, ഒരു കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. സോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നതുവരെ ബൈ.